ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമാണോ? മിണ്ടുന്നില്ലല്ലോ. സന്തോഷമാണോ? എന്നാ പിന്നെ കുഴപ്പമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം. നാളെ നമുക്ക് കുമ്പസാര ശുശ്രൂഷയൊക്കെ ഉള്ള ദിവസമാണ്. നമുക്ക് നന്നായിട്ട് നമ്മുടെ മനസ്സുകളെ പരിശുദ്ധാത്മാവ് ഒരുക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 20-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 15 വേഴ്സ് 20. പ്രഭാഷകൻ 15:20. സ്ക്രീനിൽ വചനം വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വചനങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നവർ നന്നായിട്ട് വചനം ഉറക്കെ ഒരുമിച്ച് അങ്ങ് വായിക്കണം. പ്രഭാഷകൻ 15:20 ചേർന്ന് ഒരു 5-6 പേരെ കേൾക്കുക, ഉറക്കെ അങ്ങ് വായിക്കാം. വായിക്കാവോ? പാപം ചെയ്യാൻ കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. ചിലപ്പോഴൊക്കെ ചില മനുഷ്യർ പറയും, മനുഷ്യനല്ലേ, കുറച്ച് പാപമൊക്കെ ഉണ്ടാവും, മണ്ണിൽ നിന്നുണ്ടായതല്ലേ, മണ്ണിലോട്ട് മടങ്ങുന്നോടെ വരെ മണ്ണിൻ്റെ സ്വഭാവമൊക്കെ കുറച്ച് എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഫുള്ള് പാപമൊക്കെ ഇല്ലാതെ അങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ പറഞ്ഞില്ല എങ്കിലും നമ്മുടെ മനസ്സിനെ തന്നെ ചിലപ്പോൾ ആശ്വസിപ്പിക്കുവാൻ ഇങ്ങനത്തെയുള്ള ചില പദപ്രയോഗങ്ങൾ ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ തമ്മിലോ ഒക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം. പക്ഷെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, പാപം ചെയ്യാൻ കർത്താവ് ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല, പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടുമില്ല. ഉറക്കെ പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ തന്നെ, അതേ പുസ്തകത്തിൽ തന്നെ 15-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 15 വേഴ്സ് 11. അവിടെ ദൈവത്തിൻ്റെ വചനം മറ്റൊരു കാര്യവും കൂടി ഇതിനോട് ചേർന്ന് വെളിപ്പെടുത്തുകയാണ്. നമുക്ക് ചേർന്ന് വായിക്കാം. പറയരുത്. ചിലപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ ചില പാപത്തിൻ്റെയോ അല്ലെങ്കിൽ ബലഹീനതകളിലോ പോരായ്മകളിലൊക്കെ വീണ് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകാം, കർത്താവ് എന്നെ സഹായിച്ചില്ല, വീണ്ടും വീണ് പോയി എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നന്മ വെളിപ്പെടുത്തുകയാണ്, നമ്മുടെ വീഴ്ചകളുടെ കാരണം ഒരിക്കലും കർത്താവല്ല. ദൈവം എന്നെ സഹായിച്ചില്ല, ദൈവം എന്നെ വീണ്ടും കൈവിട്ടു. ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളും ഫോണിലൂടെയൊക്കെ എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. കർത്താവ് എന്നെ സഹായിക്കുന്നില്ല, കർത്താവ് എന്തുകൊണ്ട് എന്നെ രക്ഷിക്കുന്നില്ല, എന്നെ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീഴാൻ കർത്താവ് എന്തുകൊണ്ട് അനുവദിക്കുന്നത് എന്നൊക്കെയുള്ള ചില ചിന്തകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ മനുഷ്യൻ പാപത്തിൽ വീണ് പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പലപ്പോഴും പാപത്തിൻ്റെ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയിൽ ദൈവകൃപ കുറയുന്നതിൻ്റെ അടയാളമാണ് പാപം. പ്രൈസ് ദി ലോർഡ്. കുട്ടികൾ മറുപടി പറ, എന്താണ് പാപം? ഒരാളിൽ, കുട്ടികളിപ്പോൾ ഇല്ലല്ലേ, ഒരാളിൽ ദൈവകൃപ കുറയുന്നതിൻ്റെ അടയാളമാണ് പാപം. സിൻ ഈസ് ഓൺലി എ സൈൻ ഓഫ് ലാക്ക് ഓഫ് ഗ്രേസ്. ഒരാളിൽ ദൈവകൃപ കുറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത്? പാപം എന്ന് പറയുന്നത്. അവർക്ക് പറയാം, ഹല്ലേലൂയ. അപ്പൊ പാപം വലിയൊരു സംഭവമായിട്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. പാപത്തെ നമ്മൾ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. പാപം അത്ര വലിയൊരു പ്രശ്നമല്ല. പാപം എന്ന് പറയുന്ന ഒരു അടയാളമാണ്, അല്ലേ? ഇപ്പൊ കൊറോണ വന്നു കഴിഞ്ഞാൽ ചില അടയാളങ്ങൾ നമുക്ക് കാണിക്കാൻ വേണ്ടി തുടങ്ങും, അല്ലേ? ചിലപ്പോൾ പലതരത്തിൽ, ഇപ്പം ഞാൻ ചോദിക്കുന്ന കൊറോണ കൊണ്ടല്ല, പേടിക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിൽ അടയാളങ്ങൾ ചിലപ്പോൾ കാണിക്കാൻ വേണ്ടി തുടങ്ങും. എന്ന് പറയുന്നത് പോലെ തന്നെ ഒരാളിൽ ദൈവത്തിൻ്റെ കൃപ കുറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാപം ജീവിതത്തിൽ പ്രവേശിച്ചു തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ, പാപം മാറ്റാൻ എന്ത് ചെയ്താൽ മതി? മിണ്ടുവാണെങ്കിൽ 10 രൂപ തരാം. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കൃപയുടെ അളവ് കൂട്ടുക എന്നുള്ളതാണ് പാപത്തെ ഒഴിവാക്കാനുള്ള മാർഗമെന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൃപയുടെ അളവ് കൂടുമ്പോൾ പാപം തന്നെ വിട്ടുപോകും.
ഞാൻ നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ, പാപം മാറ്റാൻ വേണ്ടി എന്തുമാത്രം പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ നടത്തി? ചില പാപപ്രവർത്തികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പരിശ്രമിച്ചു, എന്നിട്ട് ഇത് വല്ലതും പോയിട്ടുണ്ടോ? പറയാം ഹല്ലേലൂയ. അല്ല, നമ്മൾ ഇത് ചോദിക്കും, നമ്മൾ സാധാരണഗതിയിൽ കുമ്പസാരത്തിൽ പറയുന്ന പാപങ്ങൾ വീണ്ടും 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 ആവർത്തിച്ച് വരുന്നു എന്നുള്ളതല്ലാതെ ഇതങ്ങ് പരിപൂർണമായിട്ട് അങ്ങ് വിട്ടുപോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കുറയുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കണമെങ്കിൽ കൃപയുടെ അളവ് കൂട്ടണം. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞാൻ വീട്ടിലെ കൊച്ചായിരുന്ന സമയത്ത് ചിലപ്പോൾ ചെരുപ്പിടാതെ പറമ്പിൽ കൂടെയൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ചിലപ്പോൾ കാലിൽ മുള്ളുണ്ട്, മുരിക്കിൻ്റെ എന്തെങ്കിലും മുള്ളൊക്കെ കണ്ട് മുള്ളുക. അങ്ങനെ മുള്ളു കയറി കഴിയുമ്പോൾ ഞാൻ അവിടെ ഒരു കാല് പൊക്കി പിടിച്ച് ചാച്ചനെ വിളിച്ച് കരയും, ചാച്ചാ കാലേ മുള്ളുകൊണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊളോക്കിയലായിട്ടുള്ള നമ്മുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ചിലപ്പോൾ ചാച്ചനെ വിളിച്ച് കരയുകയൊക്കെ ചെയ്യും. ഉടനെ ചാച്ചൻ എന്നാ പറ്റി പണി മെനക്കെടുത്താൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് 2 ഡയലോഗൊക്കെ ചാച്ചൻ പറയും. എന്നിട്ട് ഞാൻ വാ ഇങ്ങോട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഒരു കാല് കൊണ്ട് ചാടി പതുക്കെ ചാച്ചനെടുത്ത് ചെല്ലും. അപ്പോൾ ചാച്ചൻ എൻ്റെ കാല് തിരിച്ച് പിടിച്ച് നോക്കുമ്പോൾ കാലിൽ പാദത്തിൻ്റെ അടിയിൽ സംഗതി ഒരു മുള്ളു കയറിയിരിക്കുന്നുണ്ട്. ഉടനെ ചാച്ചൻ അവിടെ നിന്നുകൊണ്ട് അടുക്കള നിൽക്കുന്ന അമ്മച്ചിയെ വിളിക്കും, അമ്മച്ചിയെ ആ മണ്ണെണ്ണക്കുപ്പി ഇങ്ങ് എടുത്തോണ്ട് വാ. ഉടനെ അമ്മച്ചി മണ്ണെണ്ണക്കുപ്പി എടുക്ക് മന്ദം എൻ്റെ അടുത്തേക്ക് വരും. എന്തിനാ? എന്നെ കത്തിക്കാൻ വേണ്ടിയാണോ? അല്ല പിന്നെ എന്തിനാ? ആ മണ്ണെണ്ണക്കുപ്പി ഇങ്ങോട്ട് വരുമ്പോൾ ചാച്ചൻ ആ മണ്ണെണ്ണക്കുപ്പി മേടിച്ചിട്ട് 2 തുള്ളി മണ്ണെണ്ണ ആ മുള്ളു കയറിയിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് അങ്ങ് ഒത്തിക്കും, ഇച്ചിരി ഒഴിക്കും. അപ്പം എന്താ സംഭവിക്കുന്ന? ഉള്ളിലിരിക്കുന്ന ആ മുള്ള് കക്കി പതുക്കെ പുറത്തേക്ക് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്ക്, മുള്ളിരിക്കുന്ന സ്ഥലത്ത് ചില മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മുള്ള് തന്നെ കക്കി പുറത്തേക്ക് വരുന്നത് പോലെ ഹൃദയത്തിൽ കൃപ നിറയാൻ തുടങ്ങിയ പാപം തന്നെ പുറത്ത് പോകാൻ വേണ്ടി തുടങ്ങും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഒരു കുടത്തിനകത്ത് മുഴുവൻ അഴുക്കിരിക്കുക. ആ അഴുക്കിരിക്കുന്ന കുടത്തിലേക്ക് ഒരു പൈപ്പിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ആ കുടത്തിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം വീണ് ആ കുടത്തിലെ ചെളി എല്ലാം കൂടെ അഴുകി അതെല്ലാം എഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരാളിൽ ദൈവകൃപ നിറഞ്ഞു കഴിയുമ്പോൾ പാപം തന്നെ പുറത്ത് പോകാൻ വേണ്ടി തുടങ്ങും. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പാപം വരുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം മുറിയുന്നു. ദൈവത്തിന്റെ കൃപ കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാപം തലപൊക്കി തുടങ്ങുന്നത്. ലേവ്യരുടെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ അതിന് 7-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 10 വേഴ്സ് 7. ലേവ്യരുടെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 7-ാമത്തെ തിരുവചനം വചനം വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒരുമിച്ച് വചനം വായിക്കുമ്പോൾ തന്നെ ഒരു ഡെലിവറൻസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമുക്ക് ചേർന്നങ്ങ് വായിക്കാം. പോകരുത്. അത് വാസ്തവത്തിൽ പുരോഹിതരെയൊക്കെ വിളിച്ച് പറയുന്ന ചില പ്രത്യേക നിർദ്ദേശങ്ങളാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ ഒരു അഭിഷേകത്തിന്റെ തൈലം നിങ്ങളുടെ മേൽ ഉള്ളതിനാൽ നിങ്ങൾ സമാഗമ കൂടാരം വിട്ട് പുറത്തു പോകരുത് എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മാമോദീസായിലൂടെ ഈ അഭിഷേക തൈലം നമ്മുടെ മേൽ വന്നിട്ടുണ്ട്. വിശുദ്ധ സൈലേമനം എന്ന കൂദാശയിലൂടെ ഇതേ അഭിഷേക തൈലം വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച തിരുപ്പട്ട സ്വീകരണം വഴി അപ്പൊ കർത്താവിന്റെ അഭിഷേകത്തിന്റെ ഒരു മുദ്ര നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അഭിഷേക തൈലം നിന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട്, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട്, വേർതിരിക്കപ്പെട്ടവനായതുകൊണ്ട്, പത്രോസ്ലീഹ പറയുന്ന പോലെ രാജകീയ പൗരോഹിത്യമുള്ള വ്യക്തി ആയതുകൊണ്ട് നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. സമാഗമ കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. പോയാൽ നീ മരിക്കും എന്ന് വചനം വെളിപ്പെടുത്തുക. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. അവിടുത്തെ പശ്ചാത്തലത്തിൽ ആ വചനത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത്, ആ തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതര് അല്ലങ്ങനെയുള്ളവര് ഈ കർത്താവിന് സമാമുഖ കൂടാരത്തിന്റെ അവിടെ തന്നെ അതിൽ പുറത്തു പോയാൽ അവർ ശരിക്കും മരിക്കും എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാഗമ കൂടാരത്തിന്റെ പുറത്തേക്ക് പോയാൽ നമ്മുടെ ശരീരത്തിന് ജീവൻ വേർപെടുകയില്ലെങ്കിലും ആത്മീയമായി മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറും എന്ന വചനം നമ്മളെ സൂചിപ്പിക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃപയുടെ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ, പാപമില്ലാത്തൊരു ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ
ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, സമാഗമ കൂടാരം വിട്ട് പുറത്ത് പോകരുത് എന്ന് പറഞ്ഞാൽ, ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, കൃപ നിറയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങ്. കൃപ നിറയ്ക്കാതെ പുറത്തേക്ക് പോകരുത്. ബൈബിളിൽ ഉന്നതത്തിന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കാൻ വേണ്ടി അപ്പസ്തോലന്മാരോട് പറഞ്ഞതുപോലെ കൃപ നിറഞ്ഞു എന്ന് ഉറപ്പ് വരുത്താതെ പുറത്തേക്ക് പോകരുത്. ഞാൻ നിങ്ങളുടെ മുമ്പേ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ സ്തുതിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിയുമ്പോൾ, അങ്ങനെ സ്തുതിച്ച് നമ്മുടെ ഉള്ളിൽ കൃപ നിറഞ്ഞ് എൻ്റെ മനസ്സ് ഓക്കെ ആയി എന്നതിന് ശേഷമേ സ്തുതിപ്പ് നിർത്താവുള്ളൂ എന്ന് പറഞ്ഞു, അല്ലേ? പറഞ്ഞ ശരിയാണോ? പക്ഷെ സ്തുതിപ്പ് നിങ്ങൾ നേരത്തെ നിർത്തി എന്നുള്ള വേറൊരു ശരിയാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ കൃപ നിറയാതെ പുറത്തു പോകരുത്, സമാഗമ കൂടാരത്തിൽ നിന്ന് പുറത്തു പോകരുത്. അതുകൊണ്ട് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നിറയാൻ ഏറ്റവും എളുപ്പം ഒരു മാർഗമുണ്ട്. എന്നാന്നറിയാമോ? ദൈവകൃപ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിറയാൻ എളുപ്പ മാർഗമാണ് വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവകൃപ തന്നെ ഇങ്ങനെ വന്ന് നിറയും. വെളുപ്പിന് എഴുന്നേക്കാൻ തുടങ്ങിയാൽ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയാൻ വേണ്ടി തുടങ്ങും. എന്നെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാനിത് വെറുതെ പറഞ്ഞതല്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 14-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 32 വേഴ്സ് 14, പ്രഭാഷകൻ 32:14 അതിനെ വെളിപ്പെടുത്താണ്. കർത്താവിനെ ഭയപ്പെടുന്നതിന് അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു എന്ന് ആദ്യ ഭാഗമുണ്ട്. അതിന് ശേഷമുള്ള ഭാഗം ഒന്ന് വായിച്ചേ, നന്നായിട്ട് വായിക്കണം, നിർത്തി വായിക്കണം. വായിച്ചോ. പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, കൃപ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുറയുമ്പോഴുണ്ടാകുന്ന ലക്ഷണമാണ് എന്തെന്ന് പറയുന്നത്? പാപമെന്ന് പറയുന്നത്. കൃപ ലഭിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. വിശുദ്ധ കുർബാന സമ്മതിക്കുമ്പോൾ ദൈവകൃപ നിറയുകയാണ്. വചനം വായിക്കുമ്പോൾ ദൈവത്തിന് കൃപ നിറയുകയാണ്. യാമപ്രാർത്ഥന ചെല്ലുമ്പോൾ ദൈവത്തിന് കൃപ നിറയുകയാണ്. ജപമാല ചൊല്ലുമ്പോൾ ദൈവത്തിന് കൃപ നിറയുകയാണ്. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തിന് കൃപ നിറയുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവുമായിട്ടുള്ള എപ്പോഴും ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപയുടെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവിടെ പ്രഭാഷകൻ പഠിപ്പിക്കുകയാണ്, പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന് കൃപ നിറയും. ഉറക്കെ പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 14-ാം തിരുവചനം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 6 വേഴ്സ് 14, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 14-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപ, ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നിറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം പറയാണ്. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ കണ്ടുമുട്ടും. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്തിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, എല്ലാ തലങ്ങളും ശ്രദ്ധിക്കുമ്പോൾ എന്നാന്നറിയാവോ? സിസ്റ്റേഴ്സിനെ ഒഴിവാക്കിയിരിക്കുന്നു. മറ്റെല്ലാ തലത്തിലും ശ്രദ്ധിക്കുമ്പോൾ കണ്ടിട്ട് എന്നാന്നറിയാവോ? താമസിച്ച് കിടക്കുക, താമസിച്ചെഴുന്നേൽക്കും. അമ്മച്ചിമാരെ ഒഴിവാക്കുക. കാരണം എന്താ വെച്ചാൽ അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. പക്ഷെ നിങ്ങളുടെ മക്കളുടെയൊക്കെ ഒരു ട്രെൻഡ് നോക്കി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താമസിച്ച് കിടക്കുക, താമസിച്ച് എഴുന്നേൽക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, വചനപ്രകാരം ദൈവത്തിന്റെ കൃപ നിറയാൻ, ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ കൃപ നിറഞ്ഞ് ദൈവത്തിന്റെ ശക്തി നിറയാതെ പുറത്തേക്ക് ഇറങ്ങരുത്. അപ്പൊ അതുകൊണ്ട് കൃപ നിറയാൻ ഒരു എളുപ്പ മാർഗമെന്ന് പറയുന്നത്, എൻ്റെ സഹോദരങ്ങൾ, വെളുപ്പിനെ എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക എന്നുള്ള. വെളുപ്പിനെ എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക. ഞാൻ വളരെ ശക്തമായൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. അതിതാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 27-28 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 16 വേഴ്സ് 27 and 28. ജ്ഞാനം 16, 27, 28 നമുക്ക് വായിക്കാം. നല്ലൊരു വചനമാണ്, പ്രധാനപ്പെട്ട ഒരു വചനമാണ്. നമുക്ക് ചേർന്ന് വായിക്കാം. ഉരുകി അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ പുലർക്കാല വെളിച്ചത്തിന് മുമ്പ് എഴുന്നേറ്റ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണമെന്നും അവിടുത്തോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്.
ഇതെന്താ അതിന്റെ അർത്ഥം? അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തീയിൽ കൊണ്ടുപോയി ഇട്ടാൽ ഉരുകാത്ത സംഗതി. അരുണൻ എന്ന് പറഞ്ഞാൽ എന്നതാ? സൂര്യനാണ്. സൂര്യന്റെ ഒരു സൂര്യോദയത്തിൽ, സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്കും തീയിൽ ഇട്ടാൽ കത്താത്ത സാധനം സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉരുകിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വചനം പഠിപ്പിക്കുക ഈ പ്രവൃത്തി അതെന്താന്ന് പറഞ്ഞുതരാം. ഈ പ്രവൃത്തി എന്താണെന്നറിയാവോ? മനുഷ്യൻ പുലർക്കാല വെളിച്ചത്തിന് മുൻപ് ഉണർന്ന് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, കൃതജ്ഞത അർപ്പിക്കണം, പ്രാർത്ഥിക്കണം, കൃപ സ്വീകരിക്കണം എന്നതിന്റെ തെളിവായിരുന്നു എന്ന് വചനം വെളിപ്പെടുത്തുക. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്. അതായത് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഒരു വചനം പഠിക്കണം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിങ്ങൾ എന്തായാലും വചനമൊക്കെ എഴുതിയെടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം പഠിക്കണം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 16 വേഴ്സ് 21. പുറപ്പാട് 16:21 നമുക്ക് ചേർന്ന് വായിക്കാം. ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇവർക്ക് ഇസ്രായേൽ ജനത്തിന് മന്ന ഭക്ഷിക്കാൻ വേണ്ടി കൊടുത്തു. എന്നിട്ട് ദൈവം അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ ലാംഗ്വേജ് പറഞ്ഞ ചെറിയൊരു പണിയും കൂടെ കൊടുത്തു. എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? അതായത് ഈ മന്ന സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉരുകിപ്പോവും. ഇനി മന്ന തലേദിവസം സംഭരിച്ച് വെച്ചത് പുഴുത്തുപോകും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഇത് അന്നത്തെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള അന്ന് ഭക്ഷിക്കാനുള്ള സംഗതി എടുത്തില്ല എങ്കിൽ ഇവരുടെ കാര്യം പട്ടിണിയാണ്. ചുരുക്കി പറഞ്ഞ എന്നാന്നറിയോ? സത്യം പറഞ്ഞാൽ ഇസ്രായേൽക്കാർക്ക് രാവിലെ എഴുന്നേക്കാൻ മടിയായിരുന്നു. ഇസ്രായേൽ ജനത്തിന് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് ദൈവം എന്നാന്നറിയാവോ? ദൈവം ഇവർക്ക് മന്ന ഇട്ട് കൊടുക്കും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിച്ചാൽ അപ്പം ഇത് ഉരുകി പോവുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാ? ഇവർക്ക് എഴുന്നേക്കാതിരിക്കാൻ നിർവാഹമില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ ആ വചനം, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വചനം നോർത്തെ, അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകിപ്പോയി. ഇത് മനുഷ്യൻ പുലർക്കാല വെളിച്ചത്തിന് മുമ്പുണർന്ന് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം എന്നതിന്റെ ഒരു വിജ്ഞാപനമായിരുന്നു എന്ന് വചനം വെളിപ്പെടുത്തുക. പറഞ്ഞ നിർത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ വചനപ്രകാരം നമ്മൾ വെളുപ്പിന് എഴുന്നേറ്റ് കൃപ സ്വീകരിക്കുന്നവരായിട്ട് മാറണം എന്ന് വചനം വെളിപ്പെടുത്തുക. വെളുപ്പിന് എഴുന്നേറ്റ് കൃപ സ്വീകരിക്കുന്നവരായിട്ട് മാറണം. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ പുലർക്കാല വെളിച്ചത്തിന് മുൻപ് ഉണർന്ന്, അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാമപ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ കാലാത് ഷഹറ എന്ന് പറഞ്ഞൊക്കെ ചില പ്രാർത്ഥനകളുണ്ട് അല്ലേ? നിങ്ങൾക്ക് അത് അറിയാം. അത് വെളുപ്പിന് 3 മണിക്കൊക്കെ അത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സഭ പഠിപ്പിക്കുന്നതിന് കാരണം അതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ധ്യാനം കൂടുമ്പോൾ നമ്മൾ ചില പ്രാക്ടിക്കൽ ആയിട്ടൊക്കെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കണം അല്ലേ? ചില പ്രാക്ടിക്കൽ തീരുമാനങ്ങളൊക്കെ എടുക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകൃപയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് കുറേ സമയം കർത്താവിനെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും, അങ്ങനെ കൃപ നിറച്ചതിന് ശേഷം വേണം, ദൈവവുമായിട്ടൊരു ബന്ധം വന്നതിന് ശേഷം വേണം ലോകത്തിൻ്റെ വ്യാപാരങ്ങളിലേക്ക് ഇറങ്ങാൻ. എന്ന് പറഞ്ഞാൽ ജ്ഞാനം സ്വീകരിച്ച്, കൃപ സ്വീകരിച്ച്, വചനം സ്വീകരിച്ച്, രാവിലെ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് ചിന്തിച്ചു നോക്കുക, വെളുപ്പിനെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞൊരു ജ്വരമായിരുന്നു. എന്നാൽ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അനേകം പേർക്ക് അങ്ങനത്തെ ഒരു മടിയൊക്കെ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും തന്നെ പിതാവ് പറഞ്ഞതുപോലെ ശരിക്കും ഒരു ഡെലിവറൻസ് ആവശ്യമുള്ളൊരു മേഖലയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. തുറന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പേര് വിളിക്കുന്നതിന് മുമ്പ് ഈശോയുടെ നാമം വിളിക്കുക. മനുഷ്യരോട് കൂട്ടായ്മ ആചരിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുക. മറ്റാരോ ലോകത്തിന്റെ വാർത്തകൾ അറിയുന്നതിന് മുമ്പ് സ്വർഗത്തിന്റെ വാർത്തകൾ അറിയുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിവേ, ഞാൻ ആ വചനത്തിന്റെ 2ാം ഭാഗത്തേക്ക് വരിക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ലേവ്യരുടെ പുസ്തകത്തിലെ വചനം നിങ്ങളോട് പറഞ്ഞു, കർത്താവിന്റെ അഭിഷേകത്തിന്റെ തൈലം നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ പുറത്തു പോകരുത്, പുറത്തു പോയാൽ നമ്മൾ മരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപ നിറച്ചതിന് ശേഷം വേണം ലോകത്തിന്റെ വ്യാപാരങ്ങളിലേക്ക് ഇറങ്ങാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഞാൻ പറഞ്ഞു, അവിടെ അവർ ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നത് ശരിക്കും മരിക്കുമെന്ന് തന്നെയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിന്റെ വചനഭാഗത്തിന്റെ അർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ആത്മീയമായി നമ്മൾ മരിച്ച അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്.
എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാപം മനുഷ്യന്റെ ജീവിതത്തിൽ വരും. കൃപ കുറഞ്ഞു കഴിയുമ്പോൾ പാപം ജീവിതത്തിൽ വരും. അങ്ങനെ പാപം വന്നാൽ ഉണ്ടാകുന്ന ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ ദൈവകൃപ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു ആത്മീയ മരണം സംഭവിക്കാനായിട്ട് വരും. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനം, 1 തിമോത്തി 5:6, 1 തിമോത്തി ചാപ്റ്റർ 5:6 നമുക്ക് ചേർന്ന് വായിക്കാം. സുഖാനുഭവങ്ങൾ മുഴുകിയിരിക്കുമ്പോൾ എന്നായിരിക്കും അതിനകത്ത് വന്നത്. അങ്ങനെയാണ് വന്നേ, മുഴുകിയിരിക്കുമ്പോൾ അതോ മുഴുകിയിരിക്കുന്നവൾ എന്നാണോ? ഇരിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ അത് ഓൺലൈനിൽ വന്നിരിക്കുന്നത് തെറ്റാണ്. അത് ശരിക്കും മുഴുകിയിരിക്കുന്നവൾ എന്നാണ് ബൈബിളിൽ കാണുക. മുഴുകിയിരിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്. അതായത് പലതരത്തിലുള്ള ജഡിക പാപ സ്വഭാവങ്ങളിൽ മുഴുകുന്ന വ്യക്തിയെ ബൈബിളിൽ വിളിക്കുന്ന പേരാണ് സുഖാനുഭവങ്ങൾ മുഴുകിയിരിക്കുന്നവൾ. തീർച്ചയായും ജീവിച്ചിരിക്കുക തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരൊക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാളിൽ ദൈവകൃപ കുറഞ്ഞ് പാപം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ആത്മീയ മന്ദത, ആത്മീയ മരണം അങ്ങനെ സംഭവിക്കാൻ വേണ്ടി തുടങ്ങും. ആത്മീയ കാര്യങ്ങൾ മുഴുവൻ പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ അന്യമാകാൻ വേണ്ടി തുടങ്ങും. ജഡത്തിന്റെ ആത്മാവ്, പാപത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾ മുഴുവൻ ഇരുട്ടിലാക്കാൻ വേണ്ടി തുടങ്ങും. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഞാൻ പണ്ട് ഇടവകളിലൊക്കെ ഇരുന്ന ആ കാലഘട്ടത്തിൽ ഓർക്കാണ്, ചിലപ്പോൾ വീട് സന്ദർശിക്കാനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ, അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയാം. ഈ കുർബാനയ്ക്ക് കൂടുന്ന പിള്ളേരില്ലേ, ഇവിടെ നല്ല കുർബാനയ്ക്ക് കൂടുന്ന പിള്ളേരൊക്കെയാണ്, നല്ല ജില്ല പിള്ളേർ. അങ്ങനെ കുർബാനയ്ക്ക് കൂടുന്ന പിള്ളേർ, ഇപ്പം ഞാൻ ഓരോ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അവർ 6-ാം ക്ലാസ് 5-ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന പിന്നെ നല്ല ഇതൊക്കെ ആയിട്ട് അതിന് ചേർന്ന് കൊത്തിയനെയൊക്കെ ഇട്ട് അങ്ങനെ അവർ നന്നായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് കൂടി. അപ്പോൾ ഈ പിള്ളേരെ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും, മിക്കവാറും ഇവനെ ഷേപ്പല്ല, ഇവനെ കണ്ടിട്ട് അച്ഛനാകുമ്പോൾ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചില പിള്ളേരെ ചോദിക്കും, മോനെ നീ അച്ഛനാകാൻ പോകണം. അപ്പോൾ അപ്പോച്ചാ ഞാൻ അച്ഛനാകാൻ പോകുന്നുണ്ട്, അച്ഛനെ പോലത്തെ ഒരു അച്ഛനാകാൻ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഭയങ്കരമായിട്ടാ നീ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ പിള്ളേർ അൾത്താരയോട് ചേർന്ന് നല്ല കൃപയിൽ നല്ല പ്രാർത്ഥനയിൽ അങ്ങനെയോട്ട് കയറി നല്ല ബെസ്റ്റായിട്ട് കയറി. എന്നുവെച്ചാൽ 10-ാം ക്ലാസ് അങ്ങ് കഴിഞ്ഞ് ആ +1 +2 കയറുമ്പോൾ എന്താ സ്ഥിതി? ഒരച്ഛനുമില്ല, ഒരച്ചിയില്ല, അല്ലേ? ആ പള്ളിയുടെ പുറകെ പോയി കൈയും കെട്ടി ഒരു പ്രത്യേക നിപ്പുണ്ടാവും. വേറെ ഉദാഹരണം പറയാം. ചിലപ്പോൾ വീട് സന്ദർശനത്തിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില കാരണന്മാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛാ ഈ കൊച്ചുണ്ടല്ലോ 10-ാം ക്ലാസ് വരെ എല്ലാ ദിവസവും 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉണ്ടല്ലോ, ഞങ്ങളെങ്ങാനും പ്രാർത്ഥിക്കാൻ ഇച്ചിരി വൈകിയാലുണ്ടല്ലോ ഞങ്ങളെയും കൂടെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൊച്ചാ. എന്നാൽ ഇപ്പം എന്ത് ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് വരികയില്ല. ഇപ്പൊ മമ്മിയോ അല്ലെങ്കിൽ അപ്പനെ വിളിച്ചോടാ, മോളെ സന്ധ്യാപ്രാർത്ഥന സമയം വാ, മമ്മി തുടങ്ങിക്കോ, ഞാൻ വന്നേക്കാം, അല്ലേ? എന്താ കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്ന് മുതലാണോ ഈ ലോകത്തിന്റെ ടേസ്റ്റ്, എന്ന് മുതലാണോ ഈ ജഡത്തിന്റെ ടേസ്റ്റ് ഒരു വ്യക്തി ശരീരത്തിൽ അനുഭവിക്കാൻ വേണ്ടി തുടങ്ങുന്നത്, അന്ന് മുതൽ ആത്മീയ കാര്യങ്ങൾ അന്യമായി തുടങ്ങും. അന്ന് കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാതായി തുടങ്ങും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവകൃപ കുറഞ്ഞ് പാപം പ്രവേശിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കുമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ പൗലോസ് ശ്ലീഹ പറയുക, ആത്മീയമായി മരിച്ചു മരവിച്ച ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. മറ്റൊരുദാഹരണം പറയാം. ഒരു കാക്കയോ കഴുകനോ ഒരു ശവം കൊത്തി തിന്നാൻ തുടങ്ങിയാൽ ശവത്തിലെ ഏതവയവമാണ് ആദ്യം കൊത്തിപ്പൊടിച്ച് തിന്നുക? ഈ കണ്ണ് 2 എന്ന് പറയുന്നത് പോലെ തന്നെ പാപത്തിന്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ആദ്യം ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് ആത്മീയ നേത്രങ്ങളെ കുരുട്ടിലാക്കി കളയും, ആത്മീയ നേട്ടങ്ങളെ ഇരുട്ടിലാക്കി കളയും. ആത്മീയ കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള തുറവില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. പറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, പണ്ട് അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കാര്യം ഞാൻ ഓർക്കാണ്. ആ പെൺകുട്ടി ഒരു ചെക്കനെ കയറി പ്രേമിച്ചു എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനി അല്ലാത്ത മറ്റൊരു ഇതാക്കപ്പെട്ട ഒരു ചെറുക്കനെ കയറി പ്രേമിച്ചു. അങ്ങനെ മാതാപിതാക്കന്മാർ ഇവളെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞ് സെഹിയോനിലുള്ള എൻ്റെ അടുത്തല്ല മറ്റൊരു അച്ഛൻ്റെ അടുത്ത് ഉപദേശിക്കാൻ വേണ്ടി കൊണ്ടുവന്ന.
ഈ അച്ഛൻ 2 മണിക്കൂർ ഈ പെൺകുട്ടിയെ ഉപദേശിച്ചു. 2 മണിക്കൂർ. മോളെ, നീ ഇതങ്ങനെ ഈ കല്യാണം അങ്ങനെ നടത്തരുത്. എന്താ കാരണം വെച്ചാൽ ഈ കല്യാണം നടത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്നറിയാവോ? പിന്നെ നിനക്ക് കൂദാശകൾ സ്വീകരിക്കാൻ പറ്റുകയില്ല, പിന്നെ നിനക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റുകയില്ല, പിന്നെ നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്താവും, മരിച്ചാൽ നിന്നെ പള്ളിയിൽ അടക്കുകയില്ല എന്ന് മാത്രമല്ല, നീ മനസ്സിൻ്റെ ഗൗരവം നിനക്ക് മനസ്സിലാക്കണം. അതായത് പിന്നെ നിന്റെ ആത്മാവ് നിത്യ നരകത്തിൽ പോകുന്നും കൂടി അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു. ശരിയാണ്, ഒരു വ്യക്തി യേശുവിനെ ഏകദൈവമായി എല്ലാം അംഗീകരിച്ച് സ്വീകരിച്ചിട്ട് മനഃപൂർവ്വം യേശുവിനെ വേണ്ട എന്ന് വെച്ച് പോകുമ്പോൾ ഒരവസ്ഥയെക്കുറിച്ചാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഈ പെൺകുട്ടി 2 മണിക്കൂറത്തെ ഉപദേശം എല്ലാം കേട്ടതിന് ശേഷം അവസാനം അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് നരകത്തിൽ പോയാലും കുഴപ്പമില്ല, ഈ ചെക്കനെ എങ്ങനെ എനിക്ക് ഇടിച്ചു തരാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ എന്ന് അച്ഛൻ നോക്കാവോ. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ശരീരത്തെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മീയ കാര്യങ്ങൾ, സ്വർഗം, അല്ലെങ്കിൽ നിത്യരക്ഷ, ആത്മരക്ഷ, ഇങ്ങനത്തെ കാര്യങ്ങളുടെ സമസ്ത മേഖലകളും ബ്ലോക്കാക്കി കളയും. ഹോസിയ പ്രവചനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനം, ബുക്ക് ഹോസയ ചാപ്റ്റർ 5:4. ഹോസിയ പ്രവചനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 4-ാമത്തെ തിരുവചനം. വചനങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. ഹോസിയ 5:4 ചേർന്ന് വായിക്കാവോ? തിരികെ പോകാൻ അനുവദിക്കുന്നില്ല, കുടികൊള്ളുന്നു. അവർ കർത്താവിനെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാനും അനുഭവിക്കാനുമുള്ള എല്ലാ ഫാക്കൽറ്റിയും ഓട്ടോ ഷട്ട് ഡൗൺ ആവും. പാപത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവർ കർത്താവിനെ അറിയുന്നില്ല. ഒരു കുഷ്ഠരോഗിയുടെ കാലിൽ ചൂടുവെള്ളം വീണാൽ ആ കുഷ്ഠരോഗിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടാവുമോ? അവനറിയുന്നില്ല. എന്ന് പറയുന്നത് പോലെയാണ് ദൈവകൃപ കുറഞ്ഞ പാപം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൻ പോലും അറിയുന്നില്ല. അവനൊരു ദൈവകൃപ ഷട്ട് ഡൗൺ ആവാൻ അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധം കിട്ടുന്ന അവൻ പോലും അറിയുന്നില്ല എന്ന് പറയാം. ദൈവത്തെ അറിയാനും അനുഭവിക്കാനുള്ള എല്ലാ സംഗതിയും ഓഫായി പോകും. പറയാം ഹല്ലേലൂയ. വചനം വായിക്കാനും പഠിക്കാനും ഉള്ള എല്ലാ ആഗ്രഹവും ബ്ലോക്കായി കളയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, പാപത്തെ നമ്മൾ നിസാരമാക്കി കണക്കാക്കരുത്. പാപത്തെ ഞാൻ പറഞ്ഞു വലുതാക്കാൻ്റെ ആവശ്യമില്ല. ദൈവകൃപ നിറഞ്ഞാൽ പിന്നെ പാപം ഒന്നുമല്ല. അതേസമയം ഈ പാപം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമുക്കൊരു തിരിച്ചറിവ് ആവശ്യമാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ 3-4 തിരുവചനങ്ങൾ. 2 Corinthians chapter 4:3 and 4. 2 Corinthians 4:3-4. നമുക്ക് ചേർന്ന് ഒരുമിച്ച് നന്നായിട്ട് അങ്ങ് വായിക്കാം. ചേർന്ന് വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമാണ്. അപ്പൊ പൗലോസ് പറയാം, ഞങ്ങൾ ഈ പ്രഘോഷിക്കുന്ന സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. നാശത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് പോകുന്നവർ. എന്നിട്ട് പറയാ, ഈ ലോകത്തിന്റെ ദേവൻ, അതായത് പാപത്തിന്റെ സ്വാധീനം ആ അവിശ്വാസികളുടെ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ നിന്ന് വരുന്ന പ്രകാശം പിന്നെ അവർക്ക് അനുഭവിക്കാൻ പറ്റിയത്. ആത്മീയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഓരോന്നായിട്ട് ബ്ലോക്ക് ആക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞു വരുന്നത് പാപം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ ദൈവകൃപയിൽ എന്തുമാത്രം വളരണം, ദൈവകൃപയിൽ നടന്ന് പാപത്തെ തോൽപ്പിക്കണം എന്നതിനെ കുറിച്ചാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിഭൂതിയുടെ തിരുക്കർമ്മങ്ങളുടെ ആ പ്രാർത്ഥനയിൽ ആദ്യത്തെ പ്രാർത്ഥന, അതായത് സങ്കീർത്തനങ്ങൾക്ക് മുമ്പുള്ള മറ്റേ ടെക്സ്റ്റിലെ പ്രാർത്ഥന, ആ പ്രാർത്ഥന പറയും, ഈ നോമ്പുകാലം നമുക്ക് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും വന്നെങ്കിലേ ഫലമുള്ളൂ എന്നാണ് നമ്മളിന്ന് വിഭൂതിയുടെ ദിവസം പ്രാർത്ഥിച്ചത്. 3 കാര്യങ്ങൾ നടക്കണം. 1 അനുതാപം നടക്കണം, 2 മാനസാന്തരം നടക്കണം, 3 ജീവിത നവീകരണം നടക്കണം.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്ത് ഈ കുടുംബ വിശുദ്ധീകരണ ധ്യാനവും കൺവെൻഷനും കൂടെ നമ്മൾ ഒരുമിച്ച് നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പടി കൂടെ ദൈവകൃപയുടെ ഒരു വളർച്ച ഉണ്ടാക്കണം നമ്മുടെ ജീവിതത്തിൽ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനം. ലെറ്റർ റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 7. റോമാ ലേഖനത്തിൽ അതിന്റെ 8-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 7-ാമത്തെ തിരുവചനം നമുക്ക് ചേർന്ന് വായിക്കാം. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. എന്ന് പറഞ്ഞാൽ ചില മനുഷ്യർ എപ്പോഴും ജഡിക ചിന്തയോട് ജഡിക ചിന്ത. ഞാൻ ചിലപ്പോൾ ചില മനുഷ്യർ ഷെയർ ചെയ്ത കാര്യങ്ങൾ ഓർക്കാണ്. അതായത് ചെറിയ കുഞ്ഞു പിള്ളേർ, ഉടിപ്പിടിക്കാൻ പ്രായമാകാത്ത ചെറിയ കുഞ്ഞു പിള്ളേരെ കണ്ടാൽ പോലും ജഡിക ചിന്തയുള്ള ചില മനുഷ്യരുണ്ട്. അപ്പൊ പറഞ്ഞോടിയാണ്, ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാ. നിങ്ങൾ ചുമ്മാ സിമ്പിൾ ലോജിക്ക് വെച്ചേ, ദൈവത്തിന്റെ ശത്രു എന്ന് പറയുന്ന ആരാ? പിശാചാണ്. അപ്പൊ അവന്റെ ഉള്ളിൽ ആരാ? അവന്റെ ഉള്ളിൽ തിന്മയിരിക്കുകയാണ്, അവന്റെ ഉള്ളിൽ ശത്രുവായ പിശാചിരിക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്ന അവന്റെ സ്ഥിതിയോ, അവൻ പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവൻ ആത്മീയ കാര്യങ്ങളെ സംബന്ധിക്കുമ്പോഴാകുന്ന ഒരു അവസ്ഥ എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ കൃപ അവന്റെ ജീവിതത്തിലേക്ക് നിറയേണ്ടത് വലിയൊരു തടസ്സമാണ്. അടുത്ത വചനം റോമാ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. റോമ 8:7 നമ്മൾ വായിച്ചത്. ജഡിക താല്പര്യം മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. റോമ 8:8 ചേർന്ന് വായിക്കാം. റോമ 8:8 ചേർന്ന് വായിക്കാം. കണ്ടോ? അപ്പൊ ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അപ്പൊ മദ്യപാനം ആയിക്കോട്ടെ, പോണോഗ്രഫി ആയിക്കോട്ടെ, കുറ്റം പറയൽ ആയിക്കോട്ടെ, കലഹം ആയിക്കോട്ടെ, ഭിന്നത ആയിക്കോട്ടെ, ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അസർട്ടീവായിട്ട് പറഞ്ഞു, സാധ്യമല്ല, ക്ലോസ് ചെയ്ത് പറഞ്ഞിരിക്കുക. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ വ്യക്തി മുന്നോട്ട് പോയാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ്? അതാണ് റോമാ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിന് വചനം വെളിപ്പെടുത്തുക. റോമ 8:13 വചനം വെളിപ്പെടുത്തുക. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. കണ്ടോ? അപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു, സമാഗമ കൂടാരം വിട്ട് പുറത്തേക്ക് പോയാൽ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞ കൃപ കുറഞ്ഞാൽ നീ ശരിക്കും മരിച്ചു പോകും എന്ന് പഴയ നിയമത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ ഇപ്പൊ എത്രയോ ടെക്സ്റ്റുകളാണ് കണ്ടത്. 1 തിമോത്തി 5:6 ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു. ഇപ്പൊ റോമാ ലേഖനം എത്രയോ ടെക്സ്റ്റുകളാണ് വചനം പഠിപ്പിക്കുന്നത്. ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അങ്ങനെയായാൽ ആത്മീയമായി മരവിച്ച ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെടും. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സ് തുറന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ജഡത്തിന്റെ ദുരാശകളെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് പഠിക്കണം നമ്മൾ. ഒരു ഉദാഹരണം പറയാം. മദ്യപാനത്തെ എന്തുകൊണ്ടാണ് വാസ്തവത്തില് അത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമല്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് കൃപയില്ലാത്ത സംഗതിയാണെന്ന് പഠിപ്പിക്കാൻ കാരണം എന്താ? കാരണം അത് വ്യക്തമായിട്ട് വചനം വെളിപ്പെടുത്തുകയാണ്. ഗലാത്യ ലേഖനത്തെ വചനം വെളിപ്പെടുത്തുകയാണ്. ജഡത്തിന്റെ ദുരാസക്തികളുടെ കൂട്ടത്തിലുള്ള ഒരു സംഗതിയാണ് മദ്യപാനം. ഗലാത്യ ലേഖനത്തെ 5-ാമത്തെ അധ്യായത്തെ വചനം വെളിപ്പെടുന്നുണ്ട്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം, എന്നിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് മദ്യാസക്തി. അതൊരു ജഡത്തിന്റെ ദുരാശയാണ്. അപ്പൊ ജഡത്തിന്റെ ദുരാശയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മദ്യപാനത്തെ പാപമെന്ന് വിശേഷിപ്പിക്കാൻ കാരണം? റോമാ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 12-ാം തിരുവചനം. ഞാൻ ഒരു ഉദാഹരണം പറയാം. റോമാ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനം. റോമ 13:12 നമുക്ക് ചേർന്ന് വായിക്കാം. സമീപിച്ചിരിക്കുന്നു, പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം, പകലിന് യോജിച്ചവന്ന് നമുക്ക് പെരുമാറാം. എന്നിട്ട് പറയാ, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് എന്ന് പറഞ്ഞാൽ, ബൈബിൾ മദ്യപാനത്തെ വിളിക്കുന്ന ഒരു പേരാണ് അന്ധകാരത്തിന്റെ പ്രവൃത്തി. എന്ത് പ്രവൃത്തിയാ? അന്ധകാരത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പ്രവൃത്തി എന്ന് വ്യാഖ്യാനിക്കണം. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. യൂദാസ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി, പുറത്ത് അന്ധകാരം വരും.
ഈ പുറത്ത് അന്ധകാരമായിരുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതി വെക്കുമ്പോൾ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് അതവൻ പിശാചിന്റെ വായിലോട്ട് പോയി കയറി എന്നാണ് ഈ ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അന്ധകാരത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പ്രവൃത്തി എന്നാണ് വചനം വെളിപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, മദ്യപാനം എന്ന് പറയുന്നത് ബൈബിൾ ഒരു അന്ധകാരത്തിന്റെ പ്രവൃത്തിയായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്ന സകല പാപപ്രവൃത്തികളിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. 93-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന് 5-ാമത്തെ തിരുവചനം, സങ്കീർത്തനം 93-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 5-ാമത്തെ തിരുവചനം നല്ലൊരു വചനമാണ്. അങ്ങയുടെ കൽപ്പന വിശ്വാസവും അലംഘനീയവുമാണ്. ബാക്കി വായിച്ചോ. കർത്താവേ, പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും, പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പിള്ളേര് യോജിക്കാത്ത ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നാൽ കാരണവന്മാർ കറക്റ്റ് ചെയ്യും അല്ലേ? ഒച്ചേ നമുക്ക് പറ്റിയതല്ല, നല്ലതല്ല ഒച്ചേ. അപ്പൊ ആ കുട്ടിക്ക് ചേരാത്തൊരു ഡ്രസ്സാണെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ ആലയത്തിന് പരിശുദ്ധി എന്ന് പറയുന്ന എന്നേക്ക് യോജിച്ചതാണ്. അപ്പൊ പരിശുദ്ധിക്ക് യോജിക്കാത്തതൊന്നും കർത്താവിൻ്റെ ആലയത്തിൽ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിക്കകത്ത് ഒരു പൂച്ച കാഷ്ടിച്ചിട്ട് പോയാൽ നമ്മൾ വേഗം അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കും അല്ലേ? പൂച്ചയുടെ കാര്യത്തിലല്ല, നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ അത്രയും ആ പരിശുദ്ധിക്ക് യോജിക്കാത്ത ഒരു സംഗതി നമ്മളവിടെ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേ സമയം തന്നെ ഈ ശരീരമാകുന്ന ആലയം അതിൻ്റെ പരിസ്ഥിതിയിൽ കാത്തു സൂക്ഷിക്കാനുള്ള എന്തുമാത്രം പരിശ്രമം നമ്മൾ എടുക്കുന്നുണ്ടെന്ന് നോക്കണം. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുവചനം, 1 Corinthians chapter 3 verse 16, 1 Corinthians 3:16 നമുക്ക് വായിക്കാം. ആലയമാണെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്ന് വചനം വെളിപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയത്തിന്റെ പരിശുദ്ധിക്ക് യോജിക്കാത്ത ഒരു സംഗതി, ഇപ്പൊ ദേവാലയത്തിന്റെ പരിസരത്ത് നിന്ന് പുക വലിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യല, അതിന് ആൾക്കാരെ അങ്ങനെ അറിയാതെ ചെയ്താൽ പോലും നമ്മളത് മാറ്റിവിടും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈ മാറ്റിവിടുന്ന ആള് പുക വലിക്കുമ്പോൾ പുള്ളിക്ക് യാതൊരു വിഷയവും. ശ്രദ്ധിച്ചു നോക്കിയേ, സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെന്ന് കരുതുക. ആ ആള് ക്രിസ്ത്യാനിയായ ആള്, പുള്ളി പള്ളിയിലെ മെയിൻ ആളുമാണ്. പക്ഷെ വേറൊരാള് പുറത്തുനിന്ന് ആരെങ്കിലും ഒരാള് ആ പള്ളിയുടെ പരിസരത്ത് നിന്നുകൊണ്ട് പുക വലിക്കുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും പറയും, കറക്റ്റ് ചെയ്യാൻ മാറ്റി വിടുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നിട്ട് ഈ വ്യക്തി എന്ന് പറഞ്ഞ ശരിക്കും എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ദേവാലയത്തിൽ വസിക്കുന്ന ഈശോ വസിക്കുന്ന അതേ ഈശോ തന്നെ വസിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. എന്നിട്ട് ആ വ്യക്തിക്ക് പുക വലിക്കുമ്പോൾ, തന്നെ വീട്ടിൽ പറഞ്ഞ് പുക വലിക്കുമ്പോൾ ഒരു വിഷയമില്ലാതെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദേവാലയത്തിൽ വസിക്കുന്നത് പോലെ, ഈശോ കൗദാശികമായി ദേവാലയത്തിൽ വസിക്കുന്നത് പോലെ തന്നെ കൗദാശികമായി നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പൗലോസ് ശ്ലീഹ ചോദിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ആവസിക്കും. പ്രധാനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ കാര്യമായിട്ടൊന്നും പ്രാർത്ഥിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് നല്ല പരിശുദ്ധിയിലും കൃപയിലും ജീവിച്ചുകൊണ്ടിരുന്നാൽ ആ വ്യക്തിക്ക് ശക്തമായ പരിശുദ്ധാത്മാഭിഷേകത്തിന് നിറവുണ്ടാവും. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഒരു വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് വിശുദ്ധ ചേതനകളിലേക്ക് ജ്ഞാനം തന്നെ വന്ന് നിറയും. വിശുദ്ധ ചേതനകളിലേക്ക് ജ്ഞാനം തന്നെ വന്ന് നിറയും. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വചനം നിങ്ങളെ പരിചയപ്പെടുത്താം. ദാനിയേൽ പ്രവചനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 45-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 13 വേഴ്സ് 45. ദാനിയേൽ പ്രവചനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 45-ാമത്തെ തിരുവചനം വായിക്കാവോ? നയിക്കപ്പെട്ടപ്പോൾ പേരുള്ള പരിശുദ്ധമായ ആത്മാവിനെ, നിങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലം അറിയാം.
അതായത് സൂസന്ന യാതൊരു തെറ്റും ചെയ്യാത്ത സൂസന്നെ രണ്ട് ന്യായാധിപന്മാർ ചതിച്ച് പാപത്തിൽപ്പെടുത്താൻ നോക്കി. സൂസന്നെ സമ്മതിക്കാതിരുന്ന് അങ്ങനെ സൂസന്നയെ ചതിവിൽപ്പെടുത്തി അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ഈ ന്യായാധിപന്മാർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന മുഴുവൻ വ്യക്തികൾക്കും അറിയാം ഈ സൂസന്ന പാപം ചെയ്തിട്ടില്ല. യോവാക്യമിന് അറിയാം, സൂസന്റെ മാതാപിതാക്കന്മാർക്കറിയാം, അല്ലെങ്കിൽ ദാസികൾക്കറിയാം, അവരുടെ മുഴുവൻ ആൾക്കാർക്കും അറിയാം സൂസന യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ ആരും കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. പക്ഷെ ദാനിയേൽ അവിടെ സട കുടഞ്ഞ് എഴുന്നേൽക്കുവാണ്. എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ദാനിയേൽ അവിടെ സട കുടഞ്ഞ് എഴുന്നേൽക്കാൻ കാരണം എന്താ? ആ കാരണം എന്താ പറയുന്നത്? ദാനിയേലിന്റെ ആത്മാവിന്റെ പ്രത്യേകതയാണ്. എന്താ ദാനിയേലിന്റെ ആത്മാവിന്റെ പ്രത്യേകത? എന്താ ദാനിയേലിന്റെ ആത്മാവിന്റെ പ്രത്യേകത? അവന്റെ ആത്മാവ് പരിശുദ്ധമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി തൻ്റെ ശരീരത്തിന്റെ വിശുദ്ധി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, മനസ്സിന്റെ കൃപ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആത്മാവിന്റെ പരിശുദ്ധി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പരിശുദ്ധാത്മാവ് വ്യക്തി ഉണർത്തിക്കൊണ്ടിരിക്കും. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അദ്ദേഹം തുറന്ന് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ദൈവകൃപ ഒരു വ്യക്തിയിൽ കുറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ ദൈവിക കാര്യങ്ങൾ അന്യം നിന്ന് പോകാൻ വേണ്ടി തുടങ്ങും. ആത്മീയ മരണം സംഭവിക്കും. എന്നാൽ ഒരു വിശുദ്ധി പാലിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ആ വ്യക്തിയിലേക്ക് പ്രവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ജഡത്തിന്റെ ആത്മാവ്, പാപത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു തകർച്ചയുണ്ട്, രണ്ടാമത്തെ ഒരു പ്രത്യാഘാതമുണ്ട്. അത് നമ്മൾ അത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ജഡത്തിന്റെ ആത്മാവ് പാപത്തെ അനുഭവം പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഭിന്നത വരാൻ വേണ്ടി തുടങ്ങും. ഭിന്നത. ഞാൻ ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. യൂദാസ് എഴുതിയ ലേഖനത്തിൽ അതിനൊരധ്യായമേ ഉള്ളൂ, അതിൻ്റെ 18-19 വാക്യങ്ങൾ. യൂദാസിന്റെ ലേഖനം, അതിനൊരധ്യായമേ ഉള്ളൂ, അതിൻ്റെ 18-19 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. ഒരുമിച്ച് വായിക്കാവോ? അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വരും ഇല്ലാത്തവരും വചനം വെളിപ്പെടുത്താണ്, തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പരദൂഷണം, ഏഷണയും കുറ്റം പറച്ചിലുമായി നടക്കുന്ന വ്യക്തികളെ ബൈബിൾ വിളിക്കുന്ന പേരാണ് പരിശുദ്ധാത്മാവില്ലാത്തവർ. നോക്കിയ സഹോദരൻ, പരിശുദ്ധാത്മാവില്ലാത്തവർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുക. എന്നിട്ട് പറയാ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ കൃപ കുറയുന്നോ അവിടെ പാപം പ്രവേശിക്കും. പാപം പ്രവേശം ഉണ്ടാകുമ്പോൾ അടുത്ത റിസൾട്ടാണ് ഭിന്നത. പ്രത്യേകിച്ച് ജഡത്തിന്റെ പാപത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാകുന്ന ഒരു റിസൾട്ടാണ് ഭിന്നത വരാൻ വേണ്ടി തുടങ്ങും. ഇത് പുതിയ നിയമത്തിലെ ഒരു ഒറ്റപ്പെട്ട വചനമല്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല സാഹചര്യങ്ങളിൽ ഈ ഇതേപോലുള്ള വചനത്തിന്റെ സൂചനകളുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാമത്തെ അധ്യായത്തില് ഒരുപാട് കാര്യങ്ങൾ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45 മുതലുള്ള അധ്യായങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർവ്വ പിതാക്കന്മാർ ഓരോരുത്തരെ കുറിച്ച് എടുത്ത് വളരെ ഹൈലൈറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, സോളമൻ, റഹോബോവാം, ജെറോബോവാം, ഏലിയ, ഏലീഷ എന്ന് തുടങ്ങി ഒരുപാട് പൂർവ്വപിതാക്കന്മാർ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുക. അതിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാമത്തെ അധ്യായത്തിൽ സോളമൻ എന്ന് പറയുന്ന മഹാരാജാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവ് പറഞ്ഞിരിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: സോളമന്റെ ഭരണകാലം സമാധാനപൂർവമായിരുന്നു. ദൈവം അവൻ എല്ലായിടത്തും സമാധാനം നൽകി. അതിനടുത്ത വാക്യം, നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു. അടുത്ത വാക്യം, നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി. അടുത്ത വാക്യം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. അങ്ങനെ സോളമനെ കുറിച്ച് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ബൈബിൾ എഴുതി വെച്ചിരിക്കുക. സോളമാ, നീ ഒരു ഭയങ്കര സംഭവമായിരുന്നു. നിന്റെ കാലത്ത് എന്തൊരു ഭരണമായിരുന്നു, എന്തൊരു സമാധാനമായിരുന്നു. നിന്റെ ജ്ഞാനം വിദൂര ദ്വീപുകളിലെത്തി. നീ ദേവാലയമൊക്കെ പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭരിച്ചു. അങ്ങനെ സോളമനെ കുറിച്ച് ഏറ്റവും കൃപയുള്ള ഏറ്റവും പോസിറ്റീവ് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ചങ്ക് പൊടിയുന്ന വേദനയോടെ ഗ്രന്ഥകാരൻ എഴുതി വെച്ചിരിക്കുക. എന്നാൽ സോളമ, നീ സ്ത്രീകൾക്ക് അധീനമായി, നീ ജഡത്തിന്റെ പാപത്തിൽ വധിച്ചു, അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി.
എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വിഭജിക്കപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞ വചന പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47 19 21 വാക്യം, 19 21 കുറിക്കുന്നവർക്ക് വേണ്ടി 19 21 വാക്യം. അപ്പൊ സോളമനെ കുറിച്ച് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അവസാന എന്നിട്ട് സോളമ ഇത്രയൊക്കെ ആയിട്ട് നീ അവസാനം കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞില്ലേ? നീ സ്ത്രീകൾക്ക് അധീനമായി, നീ പാപത്തിന് അടിമപ്പെട്ടു, അഭിലാഷങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തി, എന്നിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വിഭജിക്കപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നെഞ്ചിലേറ്റ് പൊന്നുപോലെ കൊണ്ടുവന്നൊരു രാജ്യം ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് ഇസ്രായേൽ. എന്നാൽ സോളമൻ ജഡത്തിന്റെ പാപത്തിലേക്ക് വീണ് തകർന്നു കഴിഞ്ഞപ്പോൾ ആ രാജ്യം നെടുകയും കുറുകയും വിഭജിക്കപ്പെട്ടു പോയി. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വരാം, ദാവീദും ഇതേപോലെയൊക്കെ പാപം ചെയ്തതാണല്ലോ, എന്നിട്ട് ദാവീദിന്റെ കാലത്ത് എന്തുകൊണ്ടാണ് രാജ്യം വിഭജിക്കപ്പെടാതെ പോയത്? ദാവീദ് പാപം ചെയ്തെങ്കിലും ദാവീദ് അതുപോലെ ചങ്ക് പൊട്ടി കരഞ്ഞ് അനുഭവിച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സോളമനോ ഇതെല്ലാം അറിയാം, ദാവീദിനേക്കാൾ കൂടുതൽ ജ്ഞാനം, ദാവീദിനേക്കാൾ പാപം പ്രവേശിച്ചു, ജനം പ്രവേശിച്ചു, പതുക്കെ പലതരത്തിലുള്ള ഭിന്നതകൾ വരാൻ വേണ്ടി തുടങ്ങി. യാക്കോബസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനം, സെന്റ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 1, നിങ്ങളുടെ ദുരാശകളിൽ നിന്നല്ലേ ഈ കലഹങ്ങളും ഭിന്നതകളും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്ന് യാക്കോബസ് ചോദിക്കാം. യാക്കോബസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിന് 1-ാമത്തെ തിരുവചനം നമുക്ക് ചേർന്ന് വായിക്കാം. എങ്ങനെയാണ് അപ്പൊ എങ്ങനെയാണ് തർക്കങ്ങളും ഏറ്റുമുട്ടലും ഉണ്ടാകുന്നത്? നിങ്ങളുടെ അവയങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ ഇതുണ്ടാകുന്നത് എന്ന് യാക്കോബ് ശ്ലീഹ ചോദിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ, ജഡത്തിന്റെ സ്വാധീനം ഒരു വ്യക്തിയിൽ വരുമ്പോൾ, മൂന്നാമത്തെ പ്രത്യാഘാതമാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള പരാജയങ്ങൾ സംഭവിക്കാൻ വേണ്ടി തുടങ്ങും. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉദ്ദേശമെന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിന്റെ തകർച്ച എന്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവകൃപയിൽ നമ്മൾ എത്രമാത്രം വളരണമെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ നമ്മൾ കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ നല്ലൊരു കുമ്പസാരം നടത്തിയാൽ മാത്രം പോരാ. കുമ്പസാരം നടത്തിയതിനു ശേഷം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളുപ്പിന് എഴുന്നേക്കാനും ദൈവത്തിന്റെ കൃപ നിറയാനും വചനം വായിക്കാനും കുർബാനയ്ക്ക് പോകാനും ഒക്കെയുള്ള ആ ഒരു കൃപ ഒരു പടി കൂടി ഉയർത്തിക്കൊണ്ട് വരണം. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ നിങ്ങളോട് ചെറുതായിട്ട് സൂചിപ്പിച്ചു. അതായത് ഇന്നലെ ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ഉപ്പിന്റെ ഉള്ളിൽ ദാഹം എന്നതുപോലെ, ആസിഡിന്റെ ഉള്ളിൽ പൊള്ളൽ എന്ന പോലെ, ഫുരുഡാൻ എന്ന് പറയുന്ന വിഷത്തിനുള്ളിൽ മരണം എന്നതുപോലെ പാപത്തിന്റെ ഉള്ളിൽ തകർച്ച പതിയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഏത് പാപമാണെങ്കിലും ആ പാപം അതിനാൽ തന്നെ തകർച്ചയും കൊണ്ടുവരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു സിമ്പിൾ ഉദാഹരണം എടുക്കാം. അഹങ്കാരം. നിങ്ങൾക്ക് ഇതിനകത്ത് അഹങ്കാരമുള്ളവരാരും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അഹങ്കാരം ഒരു കോമൺ, നമുക്ക് ഇല്ലാത്തൊരു ഭാവമായതുകൊണ്ട് പിന്നെ അത് പറയാമല്ലോ. അഹങ്കാരം എന്ന് പറയുന്ന പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ, ഈ അഹങ്കാരം വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ചില തകർച്ചകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇപ്പോൾ അഹങ്കാരം ഉദാഹരണമാണ്. ഏത് പാപത്തിനും അതിന്റെ പ്രത്യാഘാതമുണ്ട്, അതിന്റെ തകർച്ചയുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 8-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 10 വേഴ്സ് 8. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 8-ാമത്തെ തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളുടെ തലക്കെട്ട് പറയുന്ന അഹങ്കാരം എന്നാണ് അതിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 10-8 ചേർന്ന് വായിക്കാവോ? അനീതി, അഹങ്കാരം, ഇതൊക്കെ മൂലം സംഭവം നേരെ സാമ്രാജ്യം കൈമാറിപ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അഹങ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത അവസ്ഥയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം നൽകാത്ത അവസ്ഥയാണ് അഹങ്കാരം. അപ്പോ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഒരു വ്യക്തി തന്നിൽ തന്നെ ആത്മപ്രശംസ ചെയ്താൽ, അല്ല തന്നെ തന്നെ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഏതൊന്നിലാണോ ഒരു വ്യക്തി ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ആത്മപ്രശംസയും അഹങ്കാരവും നടത്തിയത്, ആ കാര്യത്തിൽ അവന് തകർച്ച വരും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ വളരെ ക്ലിയർ ആവും.
ദാനിയേൽ പ്രവചനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 4 വേഴ്സ് 29 to 31. ദാനിയേൽ പ്രവചനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. നബൂഖദ്നേസർ രാജാവാണ് കഥാപാത്രം. നബൂഖദ്നേസർ രാജ മനോഹര രാജകൊട്ടാരമൊക്കെ പണിത് ആ രാജകൊട്ടാരത്തിന്റെ മട്ടപ്പാവിൽ ഉലാത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാക്കും അതിന്റെ പ്രത്യാഘാതങ്ങളുമാണ്. ദാനിയേൽ പ്രവചനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. വായിക്കാവോ? മാസം കഴിഞ്ഞ് ഉലാത്തുമ്പോൾ ബാബിലോൺ വീഴുന്നതിന് മുൻപ് തന്നെ ഒരു സ്വരം കേട്ടു, നിന്നോടാണിത് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന്. ഒന്ന് ശ്രദ്ധിച്ചേ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു നിർത്തിയത് എന്തായിരുന്നു സഹോദരങ്ങളെ? അഹങ്കാരത്തോടൊപ്പം സാമ്രാജ്യം കൈമാറി പോകുന്നു എന്ന് വായിച്ചു ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അത് മറക്കരുത്. എന്നിട്ട് ഉദാഹരണം കാണിച്ചു തരാം. ഈ നബൂഖദ്നേസർ രാജ മനോഹര രാജകൊട്ടാരം പണിത്, എന്നിട്ട് രാജകൊട്ടാരത്തിന് മട്ടപ്പാവിൽ കൂടെ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡയലോഗ്, എൻ്റെ രാജ്യ മഹത്വത്തിന് വേണ്ടി മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ബാബിലോൺ. പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ? ഇല്ലേ? അങ്ങനെ നിർമ്മിച്ച രാജകൊട്ടാരം അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? പക്ഷെ എന്നാ സംഭവിച്ചത്? അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. പെട്ടെന്ന് കർത്താവിന്റെ ദൂതന്റെ ഒരു ഇടപെടൽ വരികയാണ്. ഈ വാക്കുകൾ രാജാവിന്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. കാരണം വാക്ക് പുറത്തേക്ക് വന്നല്ലോ. വാക്ക് പുറത്തേക്ക് വന്നൊരു ചിന്ത മാത്രമേ വന്നിട്ടുള്ളൂ. ഞാനിതെല്ലാം ഉണ്ടാക്കിയതാണല്ലോ, നമ്മുടെ ഒഴിവാണല്ലോ എന്നൊരു ചിന്ത വന്നിട്ടേ ഉള്ളൂ. ആ ചിന്ത വന്ന സമയത്ത് ഈ വാക്കൾ രാജാവിന്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിന് സ്വരം കേട്ടു, നബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കും. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പാപമാണെങ്കിലും ആ പാപം ചെയ്യുന്ന സമയത്ത് അതിന്റെ തകർച്ച കൂടിയുണ്ട്. വേറെ ഉദാഹരണം, പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ വേറെ ഉദാഹരണം കാണിച്ചു തരാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിന് 9-ാം തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 9-ാം തിരുവചനം. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 10 വേഴ്സ് 9. പ്രഭാഷകൻ 10:9 ചേർന്ന് വായിക്കാം. മനുഷ്യന് എന്തുണ്ട്? ജീവിച്ചിരിക്കാൻ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കാൻ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു എന്ന് വചനം വെളിപ്പെടുത്തുക. അപ്പൊ അഹങ്കാരം എന്ന് പറയുന്ന സ്വന്തം ശരീരത്തെ ജീർണിപ്പിക്കുന്നത് പോലെ ഇതുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തമാശല്ല. ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. അതിന് അണുവിടും മാറ്റമില്ല. അതങ്ങനെ തന്നെയാണ്. ഞാൻ അതിന്റെ തെളിവുകൾ ബൈബിളിൽ തന്നെ കാണിച്ചു തരാം. ഇപ്പൊ ഈ വചനം മനസ്സ് സൂക്ഷിക്കണം. ജീവിച്ചിരിക്കാൻ തന്നെ അഹങ്കാര ശരീരം ജീർണിക്കുന്നു എന്ന് പറയുന്ന ആ വചനം മനസ്സിൽ വെച്ചോണം. എന്നിട്ട് നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാമത്തെ അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ പഠിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 23 വരെ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സ് 21 to 23 നമുക്ക് ചേർന്ന് വായിക്കാം. രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് അടിച്ചു വീഴ്ത്തി നൽകിയില്ല. എങ്ങനെ അന്ത്യശ്വാസം വലിച്ചു? നോക്കിയേ, ജീവിച്ചിരിക്കാൻ തന്നെ അഹങ്കാരിയുടെ ശരീരം ജീർണിക്കുന്നു എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അഹങ്കാരത്തോടൊപ്പം സാമ്രാജ്യം കൈമാറിപ്പോവും. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിന്റെ തകർച്ച എന്ന് പറഞ്ഞ ദൈവം തരുന്നതല്ല, അത് ഓൾറെഡി പാപത്തോട് ചേർന്ന് വെച്ചിരിക്കുന്നതാണത്. ഇവിടെ സംഭവിച്ച കാര്യം എന്താ? ഹെരോദേസ് രാജാവ് ഒരു ദിവസം രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ കൊട്ടാരത്തിൽ നല്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില സ്തുതിപാഠകർ വന്നിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങനെ സ്വരം കേട്ടിട്ട് ഒരു മനുഷ്യന്റെ സ്വരമല്ല, ഒരു ദേവന്റെ സ്വരമാണ്, ദേവന്റെ സ്വരമാണ്.
ഒന്നേ ഈ ഹെറോദസ് രാജാവ് എല്ലാ മഹത്വം പുകഴ്ചയും ഗ്ലോറിയും കൂടി ഏറ്റെടുത്തു. പോരട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു എന്ന് വചനം വെളിപ്പെടുത്തുക. അപ്പൊ പ്രഭാഷകന്റെ പുസ്തകം 10:9 ജീവിച്ചിരിക്കത്തൻ അഹങ്കാരം ശരീരം ജീർണിക്കുന്നു എന്ന് പറഞ്ഞ് അതേ വചനം നിറവേറുമല്ലേ? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് പാപം മനുഷ്യന്റെ ജീവിതത്തിൽ തകർച്ച കൊണ്ടുവരും. പാപം മനുഷ്യന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ കൊണ്ടുവരും. മക്കബാരുടെ പുസ്തകത്തിൽ 2-ാമത്തെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. മക്കബാരുടെ 2-ാമത്തെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ. അന്ത്യോക്കസ് എന്ന് പറയുന്ന രാജാവാണ്. അഹങ്കാരത്തിന്റെ ആൾ രൂപമാണ് അന്ത്യോക്കസ്. അന്ത്യോക്കസിനെ കുറിച്ചൊരു വചനമാണ്, നമുക്ക് ചേർന്ന് വായിക്കാം. അഹങ്കാരത്താൽ തില്ലതാൽ ചൊൽപ്പടിക്ക് നിർത്താമെന്നും വ്യാമോഹിച്ച വഹിക്കപ്പെട്ടു ദശ്യമായി ദേഹമാസകലം. കണ്ടോ, അതിമാത്രമായ അഹങ്കാര തളലാൽ തിരമാലകളെ ചൊൽപ്പടിക്ക് നിർത്താമെന്നും ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച അവൻ നിലം പതിച്ച മഞ്ചിൽ വഹിക്കപ്പെട്ടു. ദൈവത്തിന്റെ ശക്തി ദൃശ്യമായി അവന്റെ ദേഹമാസകലം പുഴുക്കൾ നിറഞ്ഞു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ആദ്യം മാത്രം എന്നാൽ ഞാൻ ആരെയും കൂസാക്കിയല്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരമുണ്ട് എന്നറിയാനുള്ള ഒരു എളുപ്പമാർഗം അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അഹങ്കാരമുണ്ടെന്ന സൂചനയാണ്. അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അഹങ്കാരമുണ്ട്. തിരുത്തലുകൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അഹങ്കാരമുണ്ട്. അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അഹങ്കാരമുണ്ട്. തിരുത്തലുകൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അഹങ്കാരമുണ്ട്. അത് അഹങ്കാരത്താൽ ആര് പറഞ്ഞാലും കൂസാക്കിയല്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നെ സംബന്ധിച്ച് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാനിപ്പോൾ അഹങ്കാരം ഒരു ഉദാഹരണം പറഞ്ഞാണ്, മദ്യപാനം മുമ്പേ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ജഡികഭാവം മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അതുപോലെ അഹങ്കാരം ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുകൊണ്ട് ഓരോ പാപവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ പലതരത്തിലുള്ള പരാജയങ്ങളും തകർച്ചകളും ജീവിതത്തിലേക്ക് സംഭവിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഞാൻ തുറന്ന് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള അടുത്തൊരു പ്രത്യാഘാതം. പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജഡത്തിന്റെ ആധിപത്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ അടുത്ത പ്രത്യാഘാതമാണ് ആ വ്യക്തിയിലെ പരിശുദ്ധാത്മാഭിഷേകം നഷ്ടപ്പെട്ടിട്ട് അവൻ ഏത് പാപമാണോ ആവർത്തിച്ച് ചെയ്യുന്നത് ആ പാപത്തിന്റെ ആത്മാവിന്റെ അടിമത്തത്തിലേക്ക് അവൻ മാറ്റപ്പെടും. ആ പാപത്തിന്റെ ആത്മാവിന്റെ അടിമത്തത്തിലേക്ക് അവൻ മാറ്റപ്പെടും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യസ് 3:17, 2 Corinthians chapter 3:17, 2 Corinthians 3:17 നല്ലൊരു വചനമാണ്, നമുക്ക് ചേർന്ന് വായിക്കാം. 2 Corinthians 3:17 ചേർന്ന് വായിക്കാം. കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, കർത്താവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ആത്മാവില്ലാത്തടത്തപ്പം എന്നാ സ്ഥിതി എന്നതാ? ഹലോ, ഇവിടെ എങ്ങനെ ഉണ്ടോ? അസ്വാതന്ത്ര്യത്തെക്കാൾ നല്ല വാക്കെന്താ? അടിമത്തം. കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ആത്മാവില്ലാത്തിടത്തുള്ളത് തന്നെ അടിമത്തമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവകൃപ കുറഞ്ഞ പാപം കയറുമ്പോൾ സംഭവിക്കുന്നത് അവൻ ഏത് പാപമാണ് ആവർത്തിച്ച് ചെയ്യുന്നത് ആ പാപത്തിന്റെ ആത്മാവിന്റെ അടിമയായിട്ട് അവൻ മാറ്റപ്പെടുക, ആ അടിമത്തത്തിലേക്ക് പോവുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ അതിന് 34-ാമത്തെ തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 8:34, യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ അതിന് 34-ാമത്തെ തിരുവചനം നമുക്ക് ചേർന്ന് വായിക്കാം. പതി വായിച്ചു. പറയുന്നു, പാപം ചെയ്യുന്നവൻ അപ്പൊ ഇതുവരെ അവൻ പരിശുദ്ധാത്മാവിന്റെ അടിമയായിരുന്നെങ്കിൽ പാപം ചെയ്തവൻ ആരുടെ അടിമയായി? പാപം ചെയ്തവരോടെ അവൻ പാപത്തിന്റെ ആത്മാവിന്റെ
അടിമയായിട്ട് മാറ്റപ്പെട്ടു. പാപത്തിന്റെ ആത്മാവിന്റെ അടിമയായിട്ട് മാറ്റപ്പെട്ടു. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ അവൻ പാപത്തിന്റെ അടിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവൻ ഏത് പാപമാണ് ആവർത്തിച്ച് ചെയ്യുന്ന ആ പാപത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാവിന്റെ അടിമയായിട്ട് അവൻ മാറ്റപ്പെടുക. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേറൊരു വചനം നിങ്ങളെ പഠിപ്പിക്കാം. റോമ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനം. റോമ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനം. റോമൻ ചാപ്റ്റർ 6:16. റോമ 6:16. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ധ്യാനത്തിൽ ധാരാളം വചനങ്ങൾ നമ്മൾ കേൾക്കണം, വചനം പഠിക്കണം. എനിക്ക് വേണമെങ്കിൽ കുറച്ച് കഥ പറയാം, കുറച്ച് സംഭവങ്ങൾ പറയാം, കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് ഈ 15 വർഷം കൊണ്ട് മനസ്സിലായത് കൊണ്ടാണ് വചനം കൂടുതൽ പറയാൻ കാരണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. റോമ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനം ചേർന്ന് വായിക്കാം. സമർപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞ് അതിനെ പഠിപ്പിക്കാം. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഈ അനുസരണമുള്ള ദാസർ എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണമുള്ള ദാസർ എന്ന് പറഞ്ഞാൽ പാപമാകുന്ന എപ്പോഴാ? വിൽ ആൻഡ് കൺസെന്റ്. നമ്മുടെ അറിവ് സമ്മതം വരുന്നിടത്താണ് പാപമാകുന്നുള്ളൂ. ഇല്ലേ? പാപമില്ല അല്ലേ? ഇത് പാപമാണെന്നുള്ള പൂർണ്ണമായ അറിവോടുകൂടി നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇത് പാപമാണെന്ന് അറിവോടുകൂടി അതിന് നമ്മൾ സമ്മതം കൊടുക്കുമ്പോൾ, അതാണ് അറിവ്. സമ്മതം ഇല്ലാത്തടത്ത് പാപമല്ല. അതാണ് നിങ്ങൾ പൂർണ്ണമായ അറിവോടുകൂടി സമ്മതത്തോടു കൂടി, അതാണ് അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ നിങ്ങളൊരു പാപത്തിനെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഇംഗ്ലീഷ് ബൈബിൾ ആണെങ്കിൽ യു ആർ ദ സ്ലേവ്സ് ഓഫ് ദ വൺ ഹൂം യു ഒബേ. നീ ആരെ അനുസരിക്കുന്നുവോ അവന്റെ അടിമ എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഏത് പാപമാണ് ആവർത്തിക്കുന്നത് ആ പാപത്തിന്റെ ആത്മാവിന്റെ അടിമയായിട്ട് മാറ്റപ്പെടുക. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഡെലിവറൻസ് പ്രാർത്ഥനയുടെ കോണ്ടെക്സ്റ്റ്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ എവിടെ ഒരു ധ്യാനം തലശ്ശേരി രൂപതയിലെ അച്ഛന്മാരുടെ വാർഷിക ധ്യാനം നടക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ 2-3 ദിവസം മുമ്പ് തലശ്ശേരി രൂപതയിൽ അച്ഛന്മാരുടെ വാർഷിക ധ്യാനം നടക്കുമ്പോൾ ഇന്നലെ പിതാക്കന്മാർ ഇവിടെ അല്ലെങ്കിൽ സ്വാഗതം അല്ലെങ്കിൽ അനുസ്മരിച്ച് പറഞ്ഞതുപോലെ പാമ്പ്ളാനി പിതാവ് ധ്യാനത്തിന്റെ തുടക്കത്തിൽ ഇതൊന്ന് സംസാരിച്ചുകൊണ്ട് വെൽക്കം ചെയ്തുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പാമ്പ്ളാനി പിതാവ് നമ്മുടെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു ഡോക്യുമെന്റ് കോട്ട് ചെയ്ത് പറഞ്ഞ് ഓർക്കാണ്. അതായത് കത്തോലിക്ക സഭയിൽ ക്ഷയിച്ച് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാർപ്പാപ്പ പറഞ്ഞിരിക്കുകയാണ്, വൈദികര് വിശുദ്ധിയിലും കൃപയിൽ നിറഞ്ഞ ഡെലിവറൻസ് പ്രാർത്ഥനകൾ നടത്തണം, പിശാച് ബഹിഷ്കരണ ശുശ്രൂഷകൾ നടത്തണമെന്ന് മാർപ്പാപ്പ പറഞ്ഞിരിക്കുക. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ അഭിമന്യ തോമസ് തറയിൽ പിതാവ് ഇന്നലെ കുർബാന മധ്യത്തിൽ പറഞ്ഞ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചെല്ല് പറയുന്നത് പിശാചില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിശാച് അതിബുദ്ധിമാനായതുകൊണ്ട് പിശാചില്ല എന്നുള്ള അറിവ് കൊടുക്കാന്ന് പറയാം. അപ്പൊ ചില ബുദ്ധിമാന്മാര് പിശാചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് പിശാചിന്റെ അതിബുദ്ധിയാണത്. അതാണ് ഇന്നലെ അഭിമന്യ പിതാവ് പറഞ്ഞ ഓർക്കാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഡെലിവറൻസ് പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ നാളുകളായിട്ടുള്ള പൈശാചിക ബന്ധനങ്ങളെ തടസ്സങ്ങളെ അടിമത്തങ്ങളെ ശരീരം നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ സ്വവർഗബോധത്തിന് അടിമത്തമായിരിക്കും, ചിലപ്പോൾ മദ്യപാനത്തിന് അടിമത്തമായിരിക്കും, ചിലപ്പോൾ ചീത്ത പാപങ്ങളുടെ അടിമത്തമായിരിക്കും, ചിലപ്പോൾ ചീത്ത കൂട്ടുകളുടെ അടിമത്തമായിരിക്കും. അങ്ങനെ ഡെലിവറൻസ് നടത്തുമ്പോൾ അങ്ങനത്തെ ഒരു ദുരാത്മ സ്വാധീനങ്ങൾ ശരീരം നിന്ന് വിട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പാപം ആവർത്തിച്ച് നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ പാപത്തിന്റെ ഒരു സ്വാധീനം, ഒരു അടിമത്തം നമ്മുടെ ശരീരത്തോട് നമ്മുടെ മനസ്സിലാക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിക്കും പാപം എന്ന് പറഞ്ഞാൽ ശരിക്കും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഉടമസ്ഥാവകാശത്തിന്റെ വെച്ചുമാറ്റമാണ് പാപം. ഉടമസ്ഥാവകാശം, ദൈവമായിരുന്നു നമ്മുടെ ഉടമസ്ഥൻ, ഇന്ന് ദൈവമായിരുന്നു നമ്മുടെ പരിശുദ്ധാത്മാവ് ഉടമസ്ഥൻ. പാപം ചെയ്തതിന് പാപത്തിന്റെ ആത്മാവിന് ഉടമസ്ഥാവകാശം കൊടുക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉദാഹരണം പറയാം, ഈ ഗ്ലാസിന്റെ ഉടമസ്ഥന് ഇപ്പൊ ആരാ? മോളെ ആരാ? അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമാവും, ജന്യച്ചൻ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ ഇതിന്റെ ഉടമസ്ഥൻ ഞാനാണെന്ന് വിചാരിക്കുക. ഞാനല്ല എന്നുള്ള സത്യമാണ്. ഞാനാണ് ഇപ്പൊ ഈ ഗ്ലാസിന്റെ ഉടമസ്ഥൻ എന്ന് വിചാരിക്കുക. ഞാനാണ് ഈ ഗ്ലാസിന്റെ ഉടമസ്ഥനെങ്കിൽ ഞാനിപ്പോ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഇത് ആ കരിങ്കൽ ഭിത്തിയിൽ എറിഞ്ഞ ഒറ്റ പൊട്ടിയിൽ പൊട്ടിയും. നിനക്ക് ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ അച്ഛൻ എന്നെ പണിയാൻ കാണിച്ചത്? ഞാൻ പറയും, ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ക്ലാസ്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം വഴി പാപത്തിന്റെ ആത്മാവിന് നമ്മുടെ മേൽ ഉടമസ്ഥാവകാശം കിട്ടിയാൽ
നമ്മുടെ ജീവിതത്തെ തകർച്ച വരുത്താനും തടസ്സം വരുത്താനും ഈവൻ രോഗം വരുത്താനും പാപത്തിന്റെ ആത്മാവിന് കഴിയുമെന്ന് മനസ്സിലാക്കണം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഡവാൽ സെമിനാരിൽ പഠിപ്പിക്കുന്ന ബൈബിളിൽ പഠിപ്പിക്കുന്ന മേക്കാട്ട് കുന്നലച്ചൻ, ആൻഡ്രൂസ് മേക്കാട്ട് കുന്നലച്ചൻ, അദ്ദേഹം എഴുതിയ ഒരു ആർട്ടിക്കിൾ വായിച്ച ഞാൻ ഓർക്കാണ്, പാപവും രോഗവും തമ്മിൽ ബൈബിളിൽ ബന്ധമുണ്ട്. എന്നാൽ അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ രോഗവും പാപം വരുത്തുന്നതല്ല, പക്ഷെ പാപം വരുത്തുന്ന രോഗങ്ങളും ഉണ്ട്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം പല തരത്തിലുള്ള തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ആത്യന്തികമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജഡത്തിൻ്റെ അഭിലാഷങ്ങളും പാപത്തിൻ്റെ അഭിലാഷങ്ങളും നമ്മളെ ന്യായവിധിയിലേക്ക് എത്തിക്കും എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. ന്യായവിധിയിലേക്ക് അതെല്ലാം എത്തിക്കും. ഹെബ്രായ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്, കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്ന ഭൂമി വീണ്ടും ഞെരിഞ്ഞിലുകളും മുൾപ്പടികളുമാണ് മുളപ്പിക്കുന്നതെങ്കിൽ അതിന് പിന്നെ ന്യായവിധിയുടെ തീക്കാറ്റല്ലാതെ മറ്റൊന്നില്ല എന്ന് വചനം വെളിപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കൺവെൻഷൻ കൂടുന്നുണ്ട്, നമ്മൾ ഓൺലൈനിൽ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നുണ്ട്, നമ്മൾ ഇടവകളിലുള്ള എല്ലാ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല എങ്കിൽ ന്യായവിധിയുടെ തീക്കാറ്റല്ലാതെ മറ്റൊന്നില്ല എന്ന് ഹെബ്രായ ലേഖനം പറഞ്ഞു വെക്കുകയാണ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് വെക്കാം.